കറണ്ട് അഫയേഴ്സ് ജൂലൈ 2026. 2026 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം ഫിന്നി എന്ന യൂണിക്കോൺ. 23ാമത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. 2026 കേരള സാഹിത്യ അക്കാദമിയുടെ ബാലകവിത പുരസ്കാരം ലഭിച്ച കൃതിയാണ് നാം ഒന്ന് എന്ന കവിത. എഴുതിയത് NN സുരേന്ദ്രൻ. 2026 അണ്ടർ-19 യൂറോ കപ്പ് വിജയികളായത് സ്പെയിനാണ്. വെള്ളപ്പൊക്കം നേരിടുന്ന അസമിൽ ഇന്ത്യൻ ആർമി നടത്തുന്ന രക്ഷാദൗത്യത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ജൽ റാഹത്ത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു മഹാത്മാഗാന്ധിയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് നോർത്ത് മസഡോണിയയിലെ സിറ്റി ഓഫ് സ്ക്വൈപ്പ് മ്യൂസിയത്തിൽ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയ സ്ഥലമാണ് സാരാനാഥ്. ഇന്ത്യയിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുന്ന 45ാമത്തെ സ്ഥലമാണ് സാരാനാഥ്. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിനെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റത് പ്രഹ്ലാദ് ജോഷി. ഇദ്ദേഹം നിലവിലെ ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ പുനരുപയോഗ ഊർജ വകുപ്പിലെ മന്ത്രിയാണ്. ജൂലൈ 26 കാർഗിൽ വിജയ് ദിവസ്. കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ വിജയ്. ഫിഡെ ഇടക്കാല അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാകുന്നത് വിശ്വനാഥൻ ആനന്ദ്. കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ബ്രെയിൽ ലിപി മെഡലുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് 2026 കോമൺവെൽത്ത് ഗെയിംസിലാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുക എന്ന നയത്തിന്റെ ഭാഗമായാണ് ബ്രെയിൽ ലിപി മെഡലുകളിൽ ആലേഖനം ചെയ്തിട്ടുള്ളത്.